കോഴിക്കോട് മുക്കത്ത് ഹോട്ടലിൽ മോഷണം. വാതിൽ തകർത്ത് അകത്തുകയറിയ കള്ളൻ 5000 രൂപയും ധനസഹായപ്പെട്ടിയിലെ പണവും കവർന്നു. കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ ഇന്ന് പുലർച്ചെ 4 മണിക്ക് നടന്ന കവർച്ചയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ഇപ്പോൾ മോഷണത്തിനൊപ്പം മോഷ്ടാവിനെയും നന്നായി കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് ഹോട്ടലുടമ പറയുന്നത്? സ്മൃതി, ഇന്ന് പുലർച്ചെയാണ് മുക്കം അരീക്കോട് പാലത്തിന് സമീപമുള്ള പുഴയോരം ആഡംബര കഞ്ഞിക്കട എന്ന് പറയുന്ന ഹോട്ടലിൽ കവർച്ച നടക്കുന്നത്. സമീപത്തെ കടയുടമ രാവിലെ കട തുറക്കാൻ വന്ന സമയത്താണ് ഈ ഹോട്ടലിന്റെ മുൻവശത്തെ കതക് തുറന്നു കിടക്കുന്ന രീതിയിൽ കണ്ടത്. അങ്ങനെ ഉടമയെ വിളിച്ചു വരുത്തിയായിരുന്നു. ആ സമയത്താണ് കവർച്ച നടന്ന വിവരം ലഭിക്കുന്നത്. അങ്ങനെ മുക്കം പോലീസിൽ വിവരം അറിയിക്കുന്നു. പോലീസ് വന്ന് വിവരങ്ങൾ ശേഖരിച്ച ഘട്ടത്തിലാണ് ഇങ്ങനെ കവർച്ച നടന്നതായി സ്ഥിരീകരിക്കുന്നത്. അതായത് ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്നത് 5000 രൂപയാണ്. തൊഴിലാളികൾക്ക് നൽകാൻ വേണ്ടി ഹോട്ടൽ ഉടമ വെച്ച തുകയാണ്. പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ പാലിയേറ്റീവ് കെയറിന്റെ ധനസഹായത്തിന് വേണ്ടി അവിടെ ഒരു കുടുക്ക വെച്ചിരുന്നു. കുടുക്കയ്ക്കകത്തുണ്ടായിരുന്ന ചില്ലറ പൈസ ഉൾപ്പെടെയുള്ള നാണയത്തുട്ടുകളും നോട്ടുകളൊക്കെ തന്നെ ആ കള്ളൻ മോഷ്ടിച്ചിട്ടുണ്ട്. അതിന്റെ CCTV ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ അവിടെയുള്ള CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുമുണ്ട്. അതായത് ഒരു വുൾഗാൻ താടിയുള്ള മുണ്ടെടുത്ത ഒരു കള്ളനാണ് അകത്ത് കയറിയിരിക്കുന്നത്. കതക് പൊളിച്ച് അകത്ത് കയറുന്നതിന് ശേഷം ക്യാഷ് കൗണ്ടറിൽ നിന്ന് പണം എടുത്ത് പോക്കറ്റിൽ ഇടുന്നു. അതിനുശേഷം ഈ പൊളിച്ച ഡോറ് പതുക്കെ എടുത്തു മാറ്റി പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ഏകദേശം 4 മണി മുതൽ 4:30 വരെയുള്ള അരമണിക്കൂർ സമയം ഈ കള്ളൻ ഈ ഹോട്ടലിൽ അകത്തുണ്ടായിരുന്നു. അരമണിക്കൂർ നേരം കൊണ്ടാണ് കള്ളൻ കവർച്ച നടത്തുകയും ചെയ്തിരിക്കുന്നത്. പോലീസ് സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും കള്ളന്റെ വ്യക്തമായ ദൃശ്യം, മുഖം ഉൾപ്പെടെയുള്ള വ്യക്തമായ ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മുക്കം പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്മൃതി, ശരി. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.